ഒരു സൈബർ തട്ടിപ്പിൽ പണം പോയി, എൻ്റെ കാശ് പോയി, നിങ്ങൾക്ക് ഒരു ഓഫർ തരാമെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂട്ടി തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എൻ്റെ 50,000 രൂപ അടിച്ചുകൊണ്ട് പോയി. ഈ സ്റ്റേജിൽ ഇപ്പോൾ സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യണം? ഫോൺ ഓഫ് ചെയ്തിരിക്കണം, പോലീസ് സ്റ്റേഷനിലേക്ക് ഓടണം. എന്ത് ചെയ്യണം? ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണം? ആ നമ്പർ അറിയോ? ടോൾ ഫ്രീ നമ്പർ അറിയോ? 1930. അപ്പോൾ എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു നമ്പറാണ് 1930. ഏതൊരാൾക്കും ഒരു സൈബർ തട്ടിപ്പ് നടന്ന ഏറ്റവും ആദ്യം, പ്രത്യേകിച്ച് പണം നഷ്ടപ്പെട്ടൊരു കേസാണെങ്കിൽ 1930 വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 1930 രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഈ പരാതി, ഇതിൻ്റെ സ്ക്രീൻഷോട്ടും ഇതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറുകളടക്കം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. ക്ലിയർ ആണോ? മറ്റൊരു കാര്യം, ഇങ്ങനെ ഈ ഒരു സൈബർ തട്ടിപ്പുകൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഫ്രോഡ് മെസ്സേജുകളും കോളുകളും ഭീഷണി മെസ്സേജുകളൊക്കെ കാണാം. ഇൻ്റർനെറ്റ് കോളുകളൊക്കെ പറ്റി കേട്ടിട്ടില്ലേ? ആർക്കും ആരെ വേണമെങ്കിലും തെറി വിളിക്കാൻ വേണ്ടിയിട്ടും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടും ഈ ഇൻ്റർനെറ്റ് കോളുകളും വാട്സപ്പ് നമ്പറുകളും നമുക്ക് യൂസ് ചെയ്യാം. വാട്സപ്പ് നമ്പർ സിം കാർഡ് പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും നമ്പർ. ചിലപ്പോൾ നമുക്ക് വരുന്ന കോള് അമേരിക്കയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ പോലീസിനോ ആർക്കോ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. സഞ്ചാർ സാത്തി, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. sanjarsathi.gov.in. ഈ സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കോ നിങ്ങളുടെ ടാബിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ വന്നു കഴിഞ്ഞാൽ, ഇമെയിലോ SMS കോളോ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇത് ഫ്രോഡ് കമ്മ്യൂണിക്കേഷനായിട്ട് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്താൽ സർക്കാർ ആ നമ്പർ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ വന്നത് ഏത് ഇതിൽ നിന്നാണ് അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കാം. അപ്പം നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു ഈ പറഞ്ഞ കോഴ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പോൾ IT, ഇപ്പോൾ ഇൻഫോ പാർക്ക്, ഞാനിവിടെ കളമശ്ശേരിക്കാരൻ തന്നെയാണ്. നമ്മളുടെ ഇവിടെ ഈ റീസെൻ്റായിട്ട് നടന്നൊരു വലിയൊരു സ്കാം, ഇൻഫോ പാർക്കിലുള്ള 4 എംപ്ലോയീസ്, അവരുടെ മൊത്തം 4.25 കോടി രൂപ പോയി. അവർ ഇൻഫോ പാർക്കിൽ IT മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ, ഏറ്റവും ടോപ്പ് പൊസിഷനിലിരുന്ന 4 ആളുകളുടെയാണ് ഈ പറഞ്ഞ 4.25 കോടി രൂപയോളം പോയത്. പോലീസ് കേസ് എടുത്തു. അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാവണം എന്താ, IT കോഴ്സ് പഠിച്ചതുകൊണ്ടോ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ചതുകൊണ്ടോ നമ്മൾ ആരും സുരക്ഷിതരായിരിക്കില്ല. അതാണ് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത്. തട്ടിപ്പുകളെ പറ്റിയിട്ട് ആദ്യം മനസ്സിലാക്കാതെ ഒന്നിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല.